ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡ്വായ് നഗർ വെസ്റ്റ് എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസായിരുന്നു. അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. അവിടെ വന്ന് റെസ്റ്റ് എടുക്കുവാണ്. എനിക്ക് ഭയങ്കര ഛർദിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന് മുമ്പേ ട്രെയിനിൽ എന്തോ ഫുഡ് പിടിക്കാഞ്ഞതായിരുന്നു. ഒരു പകുതി ആയപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഛർദിലും കാര്യങ്ങളും തുടങ്ങി. അങ്ങനെ ഞാൻ റൂമിലൊക്കെ വരുമ്പോഴും ഛർദിലാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരുങ്ങി. ഇവിടെ ഒരു അക്ഷർധാം ടെമ്പിളുണ്ട്. നാളെ ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് കാശ്മീരിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഒരു അക്ഷർധാം ടെമ്പിളിലും ജസ്റ്റ് അത് മാത്രം ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഡേറ്റ് ഏപ്രിൽ 13 13 ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഇത് ഞങ്ങൾ അക്ഷർധാം ടെമ്പിളിലോട്ട് പോവുകയാണ്. അവിടെ കേട്ടിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞു നല്ല രസമാണെന്ന്. അപ്പം ആദ്യമാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ട്രിപ്പ് പ്രമാണിച്ചാണ് ഇങ്ങനൊരു പേര് തന്നെ കേൾക്കുന്നത്. അവിടെ പിന്നെ ഈ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസൊന്നും അധികം എടുത്തില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും രാത്രിയായി റൂമിൽ ചെന്ന് കുറച്ച് ഉറങ്ങി. പിന്നെ ഏർലി മോർണിംഗ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഞങ്ങളുടെയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. ഞാനും പിള്ളേരുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പാണ്, എയർപോർട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിലേക്ക് ഞാൻ കയറുന്നത്. എന്തായാലും ദൈവം എൻ്റെ ഭാഗ്യം തന്നു. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എയർപോർട്ടായ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി, അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ളൊരു ഭാഗ്യം തന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പിന്നെ വയ്യാഞ്ഞുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ അടിപൊളിയാക്കിയേനെ. എന്നിട്ടും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ക്ലിയറൊന്നും ആയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതൊക്കെ എടുത്ത് വയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എയർപോർട്ടിലോട്ട് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റിലോട്ട് അവർ കൊണ്ടുപോയി. അവൾക്ക് ഭയങ്കര സന്തോഷത്തിൽ ഫ്ലൈറ്റിലോട്ട് കയറുവാണ്. ഭയങ്കര സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ. ഫ്ലൈറ്റിലോട്ട് കയറി സീറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ ഇനി നാളെ മോർണിംഗ് ഞങ്ങൾ നാളെ മോർണിംഗ് അല്ല, ഇന്നിപ്പോൾ മോർണിംഗ് ആണ്. മോർണിംഗ് ഞങ്ങൾ കാശ്മീർ എത്തും. ഫ്ലൈറ്റ് 7 മണിക്കാണ്. 8 മണി കഴിയുമ്പം കാശ്മീർ എത്തുമായിരിക്കും. ഇപ്പോൾ രാവിലെയാണ്, ഇപ്പോൾ 14-ാം തീയതി രാവിലെയാണിത്. എന്നിട്ട് നമുക്ക് സൗണ്ട് ഇട്ട് കയറ്റാം. അല്ലെങ്കിൽ നോക്കിക്കേ, നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ നോക്കണം. ഫ്ലൈറ്റ് നമ്പർ എത്രയാന്ന് നോക്കിയേ. എയർപോർട്ടിലെ കുറച്ച് ഞങ്ങളുടെ ഇതൊക്കെ വീഡിയോ ആണ്. ഫ്ലൈറ്റിൽ കയറുന്നതൊക്കെ ഓൾറെഡി ആദ്യമേ ഞാൻ ആഡ് ചെയ്തു. ഇത് പിന്നെ സീനൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഇത് ജസ്റ്റ് എയർപോർട്ടിലോട്ട് ഓടിപ്പോവുകയാണ്. ഇതിന് ശേഷം ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോസൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ജസ്റ്റ് ഒരു ദിവസത്തെ എല്ലാ മെമ്മറീസും കൂടെ ഒരുമിച്ച് ജസ്റ്റ് ആക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതിന് ശേഷം ഇതേ ഫ്ലൈറ്റ് ജസ്റ്റ് പൊങ്ങി. സ്പൈസ് ജെറ്റാണ് ഞങ്ങൾ ഫസ്റ്റ് കയറിയ ഫ്ലൈറ്റ്, സ്പൈസ് ജെറ്റ്. വിൻഡോ സീറ്റ് ശിവയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ശിവ ഞങ്ങൾക്കാർക്കും തന്നില്ല. എന്നിട്ട് ശിവ അവിടെ ഇരുന്ന് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ശരി, ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൽ പൊങ്ങി. ഇനി കാശ്മീർ ചെന്നിട്ട് നമുക്ക് കാണാം. ബൈ.